രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നം. RSSും BJPയും സംഘപരിവാറും അതിൻ്റെ നേതാക്കളും കേന്ദ്രമന്ത്രിമാരെന്നോ പാർലമെൻറ്റ് അംഗങ്ങളെന്നോ മുഖ്യമന്ത്രിയെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ ആദിത്യനാഥ് അടക്കം എല്ലാവരും രംഗത്ത് വന്ന് കോടതിയടക്കം വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ സമ്മതത്തോടെയല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്, ഇനി ഇത് സ്ഥാപിക്കുന്നതിന്, രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് നിങ്ങളുടെ സമ്മതം വേണ്ട. ആരെ? സുപ്രീം കോടതി സമ്മതം വേണ്ട. സുപ്രീം കോടതി ഇപ്പം തന്നെ ഇന്ന തീയതിക്കുള്ളിൽ വിധി പറഞ്ഞുകൊള്ളണം, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നടപ്പാക്കാൻ. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസ് പരസ്യമായി പറയാണ്, കോൺഗ്രസിൻ്റെ വക്താവ് തന്നെ പറയാണ്, രാമക്ഷേത്രം ഞങ്ങൾ വന്നാലേ നിർമ്മിക്കാൻ കഴിയും, ഞങ്ങൾ അധികാരത്തിൽ വരും, രാമക്ഷേത്രം നിർമ്മിക്കും. എന്താ വ്യത്യാസം? എവിടെയാണ് വ്യത്യാസം നിലനിൽക്കുന്നത്? അപ്പോൾ RSSും BJPയും ശക്തമായിട്ട് എല്ലാ കാര്യത്തിലും നടപ്പാക്കുന്നു. അതുമായി സമരസപ്പെട്ടുകൊണ്ട് പോകാൻ കോൺഗ്രസ് ഒരു മടിയുമില്ല. ഇതല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്?